വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മളിത് പരിചയപ്പെടുത്തുന്നത്. ഇതേപോലെ ഒരു പാൻ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇതൊരു 1/2 കിലോ മുതിര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതേപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അടുപ്പങ്ങ് നിർത്താം. നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. നല്ലപോലെ നേരിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇതങ്ങോട്ട് നമുക്ക് കുക്കറിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒരു 6-7 വിസിലടിക്കണമായിരിക്കും അല്ലേ? നല്ല വേവുണ്ട്. ഏകദേശം ഒരു 6 വിസിലടിച്ചിട്ടുണ്ട്. പൊട്ടിക്കട്ടെ, അതിൻ്റെ പ്രഷറൊക്കെ പോകാം. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കരയല്ല ചക്കര അതൊന്ന് ഇട്ട് കൊടുക്കണം. ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഒരല്പം വെള്ളം. അപ്പോൾ നമ്മുടെ ചക്കരയൊക്കെ നല്ലപോലെ ഒന്ന് ഉരുകിയിട്ടുണ്ട്. ഇനി ഇത് താഴോട്ട് വെക്കാം. നല്ലപോലെ ഉരുകിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്താണ് റെഡിയാക്കുന്നത്. ഒരു 2 ടീസ്പൂൺ അളവിൽ നല്ല നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഏത്തപ്പഴം ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഏത്തപ്പഴം ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ നെയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കണം. വേണ്ട, കുറച്ചെടുത്തിട്ട് നേരിട്ട് നോക്കണം. നല്ലപോലെ വെന്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഈ ചക്കരപ്പാനി അങ്ങോട്ട് വെച്ച് കൊടുക്കും. പഴമൊക്കെ നല്ലപോലെ ഒന്ന് കുറുക്കി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഒരു തേങ്ങയുടെ പീര നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനകത്ത് ഒരല്പം വെള്ളമുണ്ട്. ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ അങ്ങോട്ട് ഇട്ടു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടിയും കൂടെ മുട്ടിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ അവൽ വിളയിച്ച പോലെയൊക്കെ തന്നെ ഇരിക്കും അല്ലേ? നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇനി അടുപ്പങ്ങ് നിർത്താം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇതിൻ്റെ പേരെന്തുവാ? മുതിര വിളയിച്ചത്. എന്നാൽ ശരി, അങ്ങനെ ഒരു പേരിടാം. എന്നാ ഇവയൊക്കെ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്.